നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫെറോസിമൻ സ്ലാബ് ഉണ്ടല്ലോ, നമ്മുടെ വീടുകളിലെ കബോർഡും വാർഡ്രോബും ഒക്കെ നിർമ്മിക്കുന്ന ഫെറോസിമൻ സ്ലാബ്, അത് കോൺക്രീറ്റ് സ്ലാബ് എന്നൊക്കെ പറയും. അത്തരം സ്ലാബുകൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സിജിച്ചേട്ടൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. സിജിച്ചേട്ടൻ എന്ന് പറയുന്നത് പുതുപ്പാടി സ്ലാബ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവുമായിരിക്കും. സിജിച്ചേട്ടൻ്റെ പുതുപ്പാടി സ്ലാബുകളാണ് നമ്മുടെ നാട്ടിലധികം ഈ പറയുന്ന ഫെറോസിമൻ സ്ലാബിൻ്റെയും ഈ പറയുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ ഫെറോസിമൻ സ്ലാബ് നിർമ്മിക്കുന്നത്, കോൺക്രീറ്റ് സ്ലാബ് രണ്ട് സ്ലാബാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വന്ന് നോക്കിയിട്ട് പറയാം. ഇതാണല്ലോ നമ്മുടെ സംരംഭം. അതെ. അപ്പോൾ ഇന്നത്തെ ഫെറോസിമൻ സ്ലാബ്, കോൺക്രീറ്റ് സ്ലാബ്, സിമന്റ് സ്ലാബ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതിൻ്റെ രണ്ട് വ്യത്യസ്തമുള്ളത് എന്നാന്ന് വെച്ചാൽ ഇത് കോൺക്രീറ്റ് സ്ലാബാണ്. ഇതിന് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ 6mm മെറ്റലും എംസാൻഡും ഉപയോഗിച്ച് അടിക്കുന്ന സ്ലാബ് ആയതുകൊണ്ടാണ് ഇതിന് കോൺക്രീറ്റ് സ്ലാബ് എന്ന് പറയുന്നത്. സാധാരണ ഫെറോ സ്ലാബിനൊക്കെ അപേക്ഷിച്ച് ഇതിന് കമ്പിയുടെ എണ്ണം കൂടുതലാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കമ്പിയുടെ എണ്ണം നല്ല എണ്ണം കൂടുതലിട്ടാണ് ഇതിനകത്ത് അടിക്കുന്നത്. മറ്റുള്ള സ്ലാബുകളിൽ നമ്മൾ 4 കമ്പി ഇടുമ്പോൾ ഇതിന് 8 കമ്പി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനാൽ ഇതിന് കറക്റ്റ് കവറിങ്ങും ഉണ്ടാവും. മറ്റേതിന് അത്ര കവറിങ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതിൻ്റെ അടിയിൽ കറക്റ്റ് 1 സെൻറ്റിമീറ്റർ കാണും നമുക്ക് ഇതിനുണ്ടാവും. ടോപ്പ് അതിൻ്റെ മുകളിലും 1 സെൻറ്റിമീറ്റർ കാണാൻ കമ്പിക്ക് അപ്പുറം ഇപ്പുറം നമുക്ക് കവറിങ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ആണ് കോൺക്രീറ്റ് സ്ലാബ് അല്ലേ? ഇതാണ് ശരിക്കും കോൺക്രീറ്റ് സ്ലാബ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വാൾഡ്രോബിനും കിച്ചണിൻ്റെ കബോർഡുകൾക്കും എല്ലാ ഫെറോ സ്ലാബ് ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിനും ഇത് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതിനേക്കാൾ ഇച്ചിരി ഭംഗി, പണിയെല്ലാം തീരുമ്പോൾ ഭംഗിയും ബലവും ഈടും ഇത് തന്നെയായിരിക്കും. ഇനിയിപ്പോൾ ഒന്ന് വെള്ളം കയറി ഇറങ്ങിപ്പോയാൽ പോലും ഒന്നല്ല, ഒരു 2-3 ദിവസം വെള്ളം കിടന്നാൽ പോലും ഇതിനൊന്നും പറ്റില്ല. കാരണം ഇതിന് കറക്റ്റ് കവറിങ് ഉണ്ട്. മറ്റേ സ്ലാബിന് ഫെറോ സ്ലാബിന് കറക്റ്റ് കവറിങ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് സ്ലാബ്. ഇതിൻ്റെ അകത്ത് നമുക്ക് മെറ്റൽ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മെറ്റലും എംസാൻഡും കൂടെ ഉപയോഗിച്ചിട്ടുള്ള കോൺക്രീറ്റ് ആണ് നമ്മൾ ഇതിന് ചെയ്യുന്നത്. ഇതിനകത്ത് മെറ്റൽ കറക്റ്റായിട്ട് കട്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. മറ്റേ പരുക്കൻ സ്ലാബ് എന്ന് പറയുന്ന സാധനമാണ് ഇത്. ഇതിൻ്റെ അകത്ത് നമുക്ക് മെറ്റൽ ഉണ്ടാവില്ല, ഈ മണൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മണൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് എംസാൻഡ് ഉപയോഗിച്ചാണ്. പല സെറ്റുകളിലും ഇത് പാറപ്പൊടിയിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. പാറപ്പൊടിയിൽ ഉണ്ടാക്കാൻ എളുപ്പം, അതുകൊണ്ട് എംസാൻഡിൽ ഉണ്ടാക്കാൻ ഇത് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളിത് എംസാൻഡിലും മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ കോൺക്രീറ്റ് ഇത് വരുവാണെങ്കിൽ ചെറിയ മെറ്റലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. മാർബിളിന്റെ ലുക്ക് ഉണ്ടാവും. സൈഡ് നല്ല വൃത്തിയായിട്ടിരിക്കും. ഓക്കെ. ഇപ്പോൾ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളെ ഈ 4-inch 6mm മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് കോൺക്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് മെറ്റലിൻ്റെ അതുള്ളത് കണ്ടത്. അത് നമ്മൾ പാറപ്പൊടിയല്ല, അത് പാറ മണലാണ്. എംസാൻഡ് എന്ന് പറഞ്ഞ സാധനമാണ് എംസാൻഡ്. ഇത് രണ്ട് ഡബിൾ വാഷ് ചെയ്തേക്കണ മണലാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എംസാൻഡാണിത്. അല്ലാതെ പാറപ്പൊടി ഇട്ട് സാധനം വാർക്കാൻ പറ്റും, പക്ഷെ അതിനുള്ള ബലം ഉണ്ടാവില്ല. നമ്മൾ ഇതിന് തന്നെയാണ് അടിക്കുന്നത്. അതുപോലെ നമ്മൾ മിക്സർ മെഷീനിൽ കൂട്ടിയാണ് ഇത് സാധനം ഉപയോഗിക്കുന്നത്. മിക്സർ മെഷീനിൽ പാകത്തിന് വെള്ളം ചേർത്ത് അടിച്ചാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ കമ്പി കിട്ടുന്നത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കമ്പി കെട്ടി, കമ്പിയിൽ നിങ്ങൾക്ക് നോക്കിയറിയാം ഇതുപോലെ ഒരു സ്ഥലത്തും കമ്പി കോൺക്രീറ്റ് സ്ലാബിൽ ഇത് കമ്പി വലിച്ച് ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന പരിപാടി. അതുകൊണ്ടാണ് ഈ സാധനം കറക്റ്റ് കവറിങ് കിടക്കുന്നത്. കണ്ടോ, നിങ്ങൾക്കത് കാണാൻ പറ്റുമോ എന്നറിയില്ല വീഡിയോയിൽ, പക്ഷെ എന്നാലും ഇത്ര കറക്റ്റ് ആയിരിക്കും ഇത്. കണ്ടോ, ഇതിങ്ങനെ പൊങ്ങി നിലത്ത് മുട്ടാത്ത രീതിയിൽ നിൽക്കും. ഇതിനകത്ത് നമ്മൾ കറക്റ്റ് കോൺക്രീറ്റ് ഇതിൻ്റെ ഉള്ളിൽ ക്യാപ്പ് വരും. അതിൻ്റെ അടിയിലാണ് നമുക്ക് കറക്റ്റ് കവറിങ് കിട്ടും. ഈ 2 സെൻറ്റിമീറ്ററിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റും. നേരിട്ട് ഡോറ് ഫിറ്റ് ചെയ്യാം. ഈ സ്ലാബ് ആകുമ്പോൾ നല്ല ബലം ഉണ്ടാവും. നമ്മൾ മിക്സർ മെഷീനിൽ കോൺക്രീറ്റ് കൂട്ടിയിട്ട് ഈ ഡയയിൽ കൊണ്ടുവന്ന് നമ്മൾ ഈ കോൺക്രീറ്റ് ഇടുന്നു. ഇത് നമ്മൾ കോൺക്രീറ്റ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിങ്ങനെ കോൺക്രീറ്റ് ഇരുന്ന് പോകുന്നതായിട്ട് കാണാം. അത്ര ടൈറ്റായിട്ടാണ് നമ്മളാണ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു 43 ഈ ഷെഡിൽ തന്നെ നമുക്ക് 43 ഉണ്ടാക്കാനുള്ള സംവിധാനമാണ്. നമുക്ക് വൈബ്രേഷൻ ചെയ്ത് കാണിച്ചു തരാം. വൈബ്രേറ്റർ അടിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ കോൺക്രീറ്റ് ഡയയിൽ ഇട്ടതിന് ശേഷം നമ്മൾ വൈബ്രേഷൻ ചെയ്യും. വൈബ്രേഷൻ ചെയ്ത് ശരിക്കും അതിൻ്റെ ബബിൾസ് എല്ലാം തീർന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇതിനകത്ത് മിക്സ് കൂടി ഇട്ട്
ഫിനിഷ് ചെയ്യുന്നത്. അത് ഫിനിഷ് ചെയ്ത് നമ്മൾ വൃത്തിയായതിനു ശേഷം ആണ് നമ്മൾ പിറ്റത്തെ ദിവസത്തേക്കാണ് നമ്മൾ ടാങ്കിലേക്ക് ക്യൂറിങ്ങിനായിട്ട് ഇടുന്നത്. അത് നമ്മൾ ഒരാഴ്ചയാണ് ടാങ്കിൽ ഇതിടുന്നത്. ഒരു 6 അല്ലെങ്കിൽ 7 ദിവസം മനസ്സിലാവും. മറ്റേ ഫെറോസ്ലാബിൻ്റെ സൈഡ് ഫിനിഷിങ് ആയിരിക്കില്ല, ഇതിൻ്റെ സൈഡ് നമുക്ക് കറക്റ്റ് ലെവലിൽ ഫിനിഷിങ് ആയിരിക്കും. നമുക്ക് എടുത്തു കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് തന്നെയല്ല, ഡോറൊക്കെ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചേരും, അതിലേക്ക് ചേരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സ്ലാബും ഇത് വെള്ളത്തിൽ നിന്ന് എടുത്തു വെച്ചേക്കണതാണ്. ഇതിന് സൈഡ് കണ്ടാൽ അറിയാൻ പറ്റും നമുക്ക്. ഇതിൻ്റെ ഫിനിഷിങ് ഇതിൻ്റെ അടിവശമാണിത്, സ്ലാബിൻ്റെ അടിവശമാണിത്. ഇതിൻ്റെ ഫിനിഷിങ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ. അതുപോലെ ഇതിൻ്റെ ടോപ്പ് ഫ്രണ്ട് വശമാണ്, മുകൾ വശം. ഇത്ര നല്ല ഫിനിഷിങ് ആയിരിക്കും, നല്ല ബലത്തിലാണ് ഇത് സാധനം ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ കോൺക്രീറ്റ് സ്ലാബിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമെൻ്റ് എന്ന് പറയുന്നത് നേരിട്ട് OPC സിമെൻ്റ് അല്ല. കാരണം നമുക്കൊരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ആ സാധനം ടൈറ്റ് ആവും. നമ്മൾ സിമെൻറ്റ് ഇച്ചിരി കടുപ്പത്തിൽ ഇടുന്നുണ്ടെന്നേ ഉള്ളൂ. PPC സിമെൻറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. PPC സിമെൻറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ച് ആളും കൂടെ കൂടുതൽ ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാവും OPCനൊക്കെ. കടുപ്പം നമ്മൾ ഇച്ചിരി കൂടുതൽ ഇടുന്നുണ്ട്. പക്ഷേ അത് രണ്ട് സിമെൻറ്റും തമ്മിൽ, അത് സിമെൻറ്റ് ശരിക്കും അത് അറിയാവുന്ന ആൾക്കാർക്ക്, കോൺട്രാക്ടർക്കോ എല്ലാം ഒട്ടുമിക്കവർക്കും അറിയാം. PPC സിമെൻറ്റ് നല്ല കടുപ്പത്തിന് നമ്മൾ ഇടുന്നു. OPC നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇപ്പം. ഇതെല്ലാം ഫെറോസ്ലാബിൻ്റെ തന്നെ ഡൈ ആണ്. ഇപ്പോൾ ഫെറോസ്ലാബ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടാക്കുന്നതിനുള്ള ഡൈകളാണ് ഇത്. കൂടാതെ നമ്മൾ ബേസൻ ബോർഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേസൻ ബോർഡാണ് നമുക്ക് കൂടുതലും ഇഷ്ടം. അതാണ് ഇച്ചിരി വൃത്തിയുണ്ട്. കാരണം അത് വാർഡ്രോബിനൊക്കെ ഏറ്റവും ബെറ്റർ ബേസൻ ബോർഡാണ്. ഇത് നമ്മുടെ കുരുമുളക് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ഉണ്ടാക്കണതാണ്. നമ്മൾ 15 അടിയുടെ പോസ്റ്റ് ഉണ്ടാക്കി നമുക്ക് കുറച്ചൊരു 10-100 ഇപ്പോൾ നിലവിൽ ഓർഡർ ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. കിണറിൻ്റെ കാല് അങ്ങനെയല്ല, ഒട്ടുമിക്ക സിമെന്റിലുള്ള ഒട്ടുമിക്ക സാധനം നമ്മുടെ അടുത്തുണ്ട്. പല സ്ഥലത്തും ഫെറോസൺ സ്ലാബ് ഉണ്ട്, സിമെന്റ് സ്ലാബ് ഉണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ പുതുപ്പാടി സ്ലാബ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ബ്രാൻഡ് അറിയപ്പെടുന്നത്. അതെ. എങ്ങനെയാണ് ഇതിനകത്തേക്ക് എത്തിപ്പെടുന്നത്? ആ ഒരു സ്റ്റോറി പറയുന്നത്. അത് ശരിക്കും എനിക്ക് കെട്ടിടം പണിയായിരുന്നു. ഇതിന് മുമ്പ് കെട്ടിടം പണിയായിരുന്നു. എൻ്റെ അച്ഛനും ചേട്ടന്മാർക്കും എല്ലാവർക്കും കെട്ടിടം പണിയാണ്. ഞാനും അവരുടെ കൂടെ നടന്ന് കെട്ടിടം പണി തന്നെയായിരുന്നു. അതിനുശേഷം ഈ ഒരു ഫീൽഡിൽ ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ ഫെറോ സിമെൻറ്റ് സ്ലാബ് ഒരു സ്ഥലത്ത് കണ്ടു. അങ്ങനെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിനോട് താല്പര്യം തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ തന്നെ നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് അവരുടെ വീട്ടിൽ സ്ലാബ് ഫിറ്റ് ചെയ്യാൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ 3D പടം പോലെ ഭിത്തിയിൽ വരച്ച് കൊടുത്താൽ നമ്മളെല്ലാ വീട്ടിലും ഫിറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് മുമ്പേ വീട്ടിൽ തന്നെ എത്ര സ്ക്വയർ ഫീറ്റ് സ്ലാബ് വേണം അവരുടെ വീട്ടിലേക്ക്, എത്ര രൂപ ആവും എന്നുള്ളതും നമ്മൾ തുടക്കത്തിൽ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ പറയും. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും തന്നെ അറിയാം. കാരണം ഞാൻ പോയ എല്ലാ വീട്ടുകാർക്കും അവർക്ക് അറിയാൻ പറ്റും എത്ര രൂപ ആദ്യം തന്നെ ഇതിനാവും എന്നുള്ളത്. ചങ്ങനാശ്ശേരി ചെയ്തിട്ടുണ്ട്, രാജകുമാരി, രാജാക്കാട് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഫിറ്റ് ചെയ്യാണ്. അവിടെ തന്നെയൊക്കെ അവിടെയൊക്കെ ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ട് നമുക്ക്. കാരണം നല്ല വൃത്തിയായിട്ട് നമ്മളവിടെ ചെയ്ത് കൊടുത്താൽ അവിടെയൊക്കെ വർക്ക് ചെയ്യണ എത്ര അത് അവരുടെ വർക്ക് കണ്ടുമ്പോൾ അറിയാം. അപ്പോൾ അവരുടെ ആൾക്കാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയൊക്കെ വർക്ക് കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ ഫെറോ സിമെന്റ് സ്ലാബും കോൺക്രീറ്റ് സ്ലാബൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ശരിക്കും കണ്ടു തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ